അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല സൂപ്പർ കപ്പ കിട്ടി കേട്ടോ. ഇന്ന് ഇവിടെ നല്ല അടിപൊളി കപ്പ വെച്ചതും പിന്നെ നമ്മളുള്ള സ്പെഷ്യല് നല്ല ഓലക്കൊടി മീൻ പറ്റീസുണ്ട്. അതെ, പിന്നെ ചുമന്ന മീൻകറി അല്ലെ, കുടംപുളി ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറി. പിന്നെ നമ്മുടെ മത്തി വറുത്തതുണ്ട്. ആഹാ, മത്തി ഫ്രൈ. നിമിഷം കൂടെ മത്തി ഫ്രൈ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല മീൻകറി ഉണ്ട് ഇത്. നല്ല മൊരിഞ്ഞ മത്തി ഫ്രൈ. അതുപോലെ തന്നെ നല്ല മാങ്ങാപ്പഴം ഉണ്ടല്ലേ. പിന്നെ മത്തി കറി വെച്ചതുകൊണ്ടാ. മത്തി കറി വെച്ച് ഇത് കുക്കറിൽ വെച്ചതാണ് കേട്ടോ. മത്തി കുക്കറിൽ അമ്മ കറി വെച്ചതാ. അതെങ്ങനെയാ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. ഞാൻ കണ്ടില്ല. ഒരു കറിയാ കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിൽ വന്നാൽ ഇങ്ങനത്തെ ഫുഡൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും ഇത്രയും ടേസ്റ്റ് അവിടെ വരുന്നത്. ഞങ്ങളുടെ മനസ്സിലായിരുന്നുണ്ട് ഇത്ര നാൾ ഈ ഫുഡ് ഉണ്ടായിരുന്നത്. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റിയതിന്റെ ഭയങ്കര സന്തോഷം. അതുപോലെ മിറ ഇവിടെ ഫോർക്ക് ഉപയോഗിച്ച് കപ്പ കഴിക്കാണ് കേട്ടോ. ഓസ്ട്രേലിയക്കാരിയാണ്, ഫോർക്ക് ഒഴിച്ചേ തിന്നുള്ളൂ. അതെ, ഓസ്ട്രേലിയക്കാരി. ചാച്ച കപ്പ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളി കപ്പ. എന്നാ ശരി, നടക്കട്ടെ, നിങ്ങൾ അതിനെ കഴിച്ചോ. ഓക്കെ.